ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ യു കെനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം എന്താണ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെയിൽ നിങ്ങൾ ഹാപ്പിയാണോ? എന്നോട് ആരെങ്കിലും ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഹാപ്പി അല്ല എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം അന്നേരം അടുത്ത ചോദ്യം എന്തായിരിക്കും, എന്നിട്ട് എന്തുകൊണ്ട് യു കെയിൽ നിന്ന് നിർത്തിപ്പോരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റേതായ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് തീരുന്നത് വരെ ഇവിടെ എന്തായാലും നിന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്തയുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അത് കഴിയുമ്പം തീർച്ചയായും ഞാനിവിടെ നിന്ന് നിർത്തിപ്പോരും. അല്ലാതെ ഇവിടെ തുടർച്ചയായിട്ട് കാലങ്ങളോളം നിൽക്കണം എന്നുള്ളൊരാഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ കുറ്റം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. കാരണം ഒരുപാട് നമ്മൾ ഓരോ രാജ്യത്ത് ചെന്നാലും നമുക്ക് അവിടെ എല്ലായിടത്തും നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എനിക്ക് ഇതിന് മുന്നേ ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വർക്ക് പ്ലേസിലാണെങ്കിലും പിന്നെ അല്ലാതെ പുറമേ ആണെങ്കിലും അങ്ങനെ വലിയ നെഗറ്റീവായിട്ട് പറയാനായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പാർട്ട് ഫ്രം നമ്മളെ ഫാമിലി ആയിട്ട് നിൽക്കുമ്പം ഉള്ള കാര്യങ്ങൾ അല്ലാതെ, നമ്മളെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ യു കെയിൽ വന്നപ്പോഴത്തേക്ക് അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഫേസ് ചെയ്തത്. അപ്പം അന്നേരം നമുക്ക് മനസ്സിലായി, ഓ ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാനിതിന് മുന്നേ ഇങ്ങനെ പലരുടെയും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, മലയാളികൾ ആണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ കൾച്ചറിൽ നമ്മൾ നിൽക്കണം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൾച്ചറിൽ തന്നെ നമ്മൾ നിൽക്കണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ ഓക്കെ അവർ വലിയ ഒച്ചത്തിലല്ല സംസാരിക്കുന്നത്, നമ്മൾ സമ്മതിച്ചു, നമ്മൾ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. നമ്മൾ പൊതുവേ നാട്ടിലാണെങ്കിലും എല്ലാവരും ഒച്ചത്തിൽ തന്നെ സംസാരിക്കുന്നത്, അല്ലാതെ ആരും പയ്യല്ല സംസാരിക്കുന്നത്. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവരുടെ മൃഗങ്ങളായ പട്ടി പോലും ഒച്ചത്തിലല്ല സൗണ്ട് വയ്ക്കുന്നത്. കുരയ്ക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല അധികം പട്ടികളൊന്നും. മിക്ക പട്ടികളും സൈലൻ്റ് ആയിരിക്കും. എന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പട്ടി സൈലൻ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ പട്ടീനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ പട്ടി മിണ്ടാതിരിക്കുമോ? ഇല്ല. അവിടെ നാട്ടിൽ നമ്മൾ വളർന്ന് വന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അന്നും പറഞ്ഞ് ഇവിടെ വന്ന് നമ്മളങ്ങനെ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറാനും പറ്റത്തില്ല. എന്നും പറഞ്ഞ് ഒച്ച വെക്കരുത് എന്നാർക്കും പറയാനും പറ്റത്തില്ല. അങ്ങനെ എല്ലായിടത്തും ഒച്ച വെച്ച് എല്ലാവരും നടക്കാറുമില്ല. ഇപ്പം ഈ മലയാളികളെ മാത്രം എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത്? മലയാളികളെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ പലയിടത്തും ഇപ്പം ട്രെയിനിനാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ബസ്സിനാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ മലയാളികളെക്കാളും കൂടുതൽ കണ്ടേക്കുന്നത് വേറെ രാജ്യക്കാരാണ് ഇതേപോലെ ഒച്ചത്തിൽ വർത്താനം പറയുന്നതൊക്കെ. അത് മറ്റുള്ളവർക്കൊരു നീരസം പോലെയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെയോ ഫീൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിപ്പം മലയാളികളെ മാത്രം എന്തുകൊണ്ട് ഈ മലയാളികൾ തന്നെ ഇങ്ങനെ കടന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കൊറിയക്കാരാണെന്നുണ്ടെങ്കിലും ചൈനീസ് ആണെങ്കിലും അല്ലാതെ വേറെ ആൾക്കാർ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ ട്രെയിനിലൊക്കെ ഭയങ്കര അട്ടഹസിച്ച് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ കൂടെ ഒരുപാട് നമുക്ക് പരിചയക്കാർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ എല്ലാവരും ഒച്ചത്തിൽ വർത്താനം പറയും എന്നും പറഞ്ഞ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കാതിരിക്കുന്നുണ്ടോ? അവരും ഒരു സാഹചര്യം, അവർക്ക് കൂടെ ആൾക്കാർ പരിചയമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒച്ചത്തിലൊക്കെ സംസാരിക്കാറുണ്ട്. ഇല്ലയെന്നൊന്നുമില്ല. ഒരു പബ്ബിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് രാത്രി അവർ വരുമ്പോഴത്തേക്കും കണ്ടാൽ മതി എന്തോരം സംസാരമുണ്ട്, എന്തോരം ബഹളത്തിലാണ് പോകണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇവരുടെ കൾച്ചർ തന്നെ ഫോളോ ചെയ്യണം എന്നൊന്നും ആരും പറയുന്നില്ല എന്ന് അന്നേരം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് വരുന്നാൽ പോലും പിന്നെ അതിനകത്ത് നമ്മൾ അങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയേണ്ട. ഈയൊരടെ അല്ല, കുറച്ച് 5-6 മാസം ആയെന്ന് തോന്നുന്നു, ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മന്ത്രിയോ ആരോ, എന്തോ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് വെച്ചല്ല പറഞ്ഞത്, പക്ഷേ എന്താ പറയുന്നത്, വേറെ രാജ്യക്കാർ വന്നിട്ട് ഇവിടെ ഭയങ്കര ബഹളമാണ്, അവർ വിസയൊന്നും ഇല്ലാത്ത വന്നവരാണെന്ന് തോന്നുന്നു, ടെററിസ്റ്റോ അങ്ങനെ എന്തോ സംഭവം. ടെററിസ്റ്റ് എന്നല്ല, പക്ഷേ എന്തോ ഒരു സംഭവം, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വിചാരിച്ചു, അതൊന്നും പറയേണ്ട കാര്യമില്ല, എന്തിനാ വെറുതെ നമ്മളായിട്ട് ഒരു ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് എടുത്ത് കളഞ്ഞിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതിനകത്ത് കമൻ്റായിട്ട് വന്നതിൽ പോലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു മലയാളി ഫാമിലീസ് ആയിരുന്നു അവിടെ വന്ന്. അവർ ഭയങ്കര അവരുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ അവിടെ വന്നതായിരുന്നു. അപ്പം അവരുടെ ഇത് കാരണമാണ് പുള്ളി അത് പറയുകയും ചെയ്തത്. അപ്പം അതിനകത്ത് ഒരു പുള്ളിക്കാരി മാത്രമാണ് അതിന് കമൻ്റായിട്ട്, മീൻസ് അതിനകത്തുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരി മാത്രമാണ് കമൻ്റായിട്ട് ഇട്ടതും. അവർ ഇന്ത്യൻസാണ്, കേരളയിൽ നിന്ന് വന്നവരാണ്, മീൻസ് കേരളക്കാരാണ്, കേരളയിൽ നിന്ന് വന്നവരല്ല,
അവർ PR ഒക്കെ ആയിട്ട് അവിടെ തന്നെ UK തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായവരാണ്, 8-9 വർഷമൊക്കെ ആയവരാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പാടില്ലാത്തവരൊന്നും അല്ലല്ലോ. ഞാൻ അവരാരും കുറ്റം പറയുന്നില്ല, അവർ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അതിന് മുന്നോട്ട് വന്നത് ഒരാൾ മാത്രമാണ്. പോരാത്തതിന് അതിന് ഈ ഒരു മലയാളി അല്ലാതെ പിന്നെ ഒരു മലയാളി ചേട്ടൻ അവിടെ തന്നെ ആളുടെ കടയിലെങ്ങാണ്ട് ഇവർ വന്നായിരുന്നു, ഇവരായിരുന്നു എന്നും പറഞ്ഞിട്ട് പുള്ളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറൊരാൾ പോലും അതിനകത്ത് കമൻറ്റ്, അത് പകരം ഇവിടുത്തെ അതായത് ബ്രിട്ടീഷുകാരാണെങ്കിൽ അതിന് കമൻറ്റായിട്ട് ഇഷ്ടം പോലെ അവർ കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അതായത് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്, ഇങ്ങനെയുള്ളവർ ഒരാളെങ്കിലും പറഞ്ഞല്ലോ, ആരെങ്കിലും മുന്നോട്ട് വന്നല്ലോ, ഇത് പലരും ഇതേപോലെ ഇതിനകത്തുള്ള മന്ത്രിസഭയിലുള്ളവർ ആരും പറയാറില്ല, താങ്കളാണ് ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടാണ് താങ്കളെ ഞങ്ങൾ വിജയിപ്പിച്ചത്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം അതിനകത്ത് അതേപോലെ തന്നെ ചിലർ പറയും നമ്മുടെ നാട്ടിൽ നമ്മൾ ബംഗാളികളും തമിഴന്മാരും അവരെ വേറെ രാജ്യക്കാരൊക്കെ, മീൻസ് രാജ്യക്കാരല്ല, വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത്, അത്രയൊക്കെ നമ്മൾ അവരോട് അങ്ങനെ പെരുമാറിയിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മളോട് നല്ലതായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ അവരോട് അങ്ങനെയല്ല പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ പെരുമാറിയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. നമ്മൾ അങ്ങനെയല്ല, അവരോട് നന്നായിട്ട് പെരുമാറിയതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ നമുക്ക് ഫീലാവും. നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ ഒരുപാട് വർഷമായിട്ട് താമസിക്കുന്ന തമിഴ് ഉള്ള കുടുംബങ്ങളാണെങ്കിലും കന്നഡയാണെങ്കിലും ബംഗാളികളാണെങ്കിലും ഒക്കെ വീടെടുത്ത്, അതായത് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് കാലം തൊട്ടേ അവിടെ ഉള്ളവർ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടാണോ അവർക്കൊക്കെ സ്ഥലം കൊടുക്കുകയും അവരവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയത്? അല്ലല്ലോ. പിന്നെ ഇവിടെ നമ്മളോട് അങ്ങനെ പെരുമാറുമ്പം നമ്മൾ അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇവരൊക്കെ എന്ത് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. ചിലപ്പോൾ അവർ ആ ഒരു, എനിക്ക് തോന്നുന്നു ഈ പറയുന്നവരൊക്കെ ഈ കേരളം കഴിഞ്ഞ് പിന്നെ കണ്ടേക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഈ UK ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇപ്പം എന്താ പറയുക, കേരളം കഴിഞ്ഞ് വേറൊരു രാജ്യത്തോട്ട് പോകാത്തവർക്ക് UK വന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യണം എന്ന് നമ്മളിവിടെ ഒച്ചത്തിൽ കിടന്ന് ഒച്ച വെച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കണം എന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, നമ്മളങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ മലയാളം സംസാരിക്കാൻ പാടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ നമ്മുടെ ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവുള്ളൂ, കൊച്ചുങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ ലാംഗ്വേജും സംസാരിക്കണം. ഇപ്പം ഇവർക്ക് വേറൊരു ലാംഗ്വേജ് അറിയത്തില്ല എന്നും പറഞ്ഞ് ഇപ്പം ഇവർ ശരി ഓക്കെ നിങ്ങളെല്ലാം പറയുന്നുണ്ട്, ഇവരിപ്പം നമ്മുടെ നാട്ടിൽ വന്നു വെക്കേഷന് ലീവിനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വരാറുണ്ടല്ലോ ഇടയ്ക്ക് ടൂറിനെന്നും പറഞ്ഞിട്ട് ഒരു മാസത്തേക്ക് ഇന്ത്യയിൽ വന്ന് നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ 2 മാസത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കൾച്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് നമ്മളവിടെ എല്ലാം നമ്മളെ ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടേ ഇവർ പറയുന്നത് എന്താണെന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുമോ? ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഇവർ നമ്മുടെ ലാംഗ്വേജ് സംസാരിച്ചിട്ടാണോ വരുന്നത്. അപ്പോൾ നമുക്ക് അവരെന്താ പറയുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടി, ഇപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എന്താണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്നും പറഞ്ഞ് നമ്മൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾ എന്ത് ലാംഗ്വേജ് സംസാരിക്കണമെന്ന്. ഓക്കെ, നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാം. അല്ലാതെ നമ്മൾ പരസ്പരം നമുക്കറിയാവുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് അവർക്ക് നമ്മൾ എന്താ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അതിനോട് യോജിക്കാനും പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ വർക്ക് പ്ലേസിലാകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക, കാരണം നമ്മളിപ്പോൾ അവരുടെ കുറ്റങ്ങളാണ് പറയുന്നതെന്നൊന്നും അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അവർക്കത് അങ്ങനെ ഒരു ഇത് വരരുതെന്ന് വെച്ചിട്ട് നമുക്ക് അന്നേരം ഇംഗ്ലീഷ് സംസാരിക്കാം. പകരം നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര എന്താ പറയുന്നത്, റേസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് വലിയ നമ്മളെ പോലീസ് കേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവും നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വലിയ പ്രശ്നമാണെങ്കിൽ പോലും പക്ഷേ അത് എല്ലായിടത്തും ഉണ്ട്. അതിപ്പോൾ ഒരാളുടെ ജോലി സ്ഥലത്ത് മാത്രമല്ല, പലരുടെയും എനിക്കറിയുന്ന പലരോടും ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലായിടത്തും ഉള്ളതാണ് ഈ ഒരു സംഭവം, നമ്മളെ വേർതിരിച്ച് കാണൽ.
അപ്പം അത് ഇല്ലയെന്ന് പറയാനായിട്ട് ആർക്കും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്നവർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പക്ഷേ അവർ ഒരുപാട് നാളായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ അതും വ്യത്യാസമുണ്ട്, പണ്ട് ഉള്ളവരും ഇപ്പോൾ ഉള്ളവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് പ്രായമായിട്ടുള്ളവരാണെങ്കിൽ പോലും അവരൊക്കെ നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എന്നാൽ നമ്മുടെ ഏജ് ഗ്രൂപ്പിലായിട്ടുള്ളവർക്കൊക്കെയാണ് ഈ വേർതിരിവ് വരുന്നത്. നമ്മുടെ ഏജ് ഗ്രൂപ്പ് നമ്മളെക്കാളും താഴ്ന്നതായിട്ടുള്ള ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്ക്, അവർക്ക് ഈ നിറത്തിൻ്റെ പ്രശ്നവും, നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് വന്നതാണെങ്കിലും പ്രത്യേകിച്ച് ഇവരുടെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇവർ പറയുന്നത്, അതായത് ഇപ്പം അവരുടെ കൊച്ചുങ്ങളോട് അല്ലാതെ അറിയുന്ന കുട്ടികളോട് നമ്മളെപ്പറ്റി സംസാരിക്കുമ്പം അവർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ അപ്പനപ്പൂപ്പന്മാർ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ വന്ന് ഇവർ നമ്മളെ അടിമകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ചോദിച്ചു, അപ്പോൾ ഇവർ നമ്മുടെ അടിമകളാണോ? അല്ല, ഇപ്പം നമ്മുടെ അടിമകളല്ല, പക്ഷെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവർക്ക് ഇപ്പോഴും നമ്മൾ ആ രീതിയിലൂടെ, ആ ഒരു കണ്ണുകളിലൂടെയാണ് നമ്മളെ കാണുന്നത്, അല്ലെന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു ഇത് നമ്മൾ ആരുടെ അടിമയല്ല. ശരി, നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് നമ്മളെ മഹാത്മാഗാന്ധി ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും എല്ലാവരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നിട്ടാണ് അവർ നമ്മളെ ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് മോചനം വന്നത്. അന്നും പറഞ്ഞ് നമ്മളിവിടെ ജോലിക്ക് വന്നു എന്നും പറഞ്ഞ് നമ്മളെ വീണ്ടും അവരുടെ അടിമകളാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ണുകളിലാണ് അവർ നമ്മളെ പലരും, എല്ലാവരും അല്ല, പലരും അങ്ങനെ കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പം എല്ലാവരും അല്ല എന്ന് പറയുന്നത് ശരി. ഒരു ആപ്പിൾ, ഒരു കൊട്ടയ്ക്കകത്ത് ഒരു ആപ്പിൾ കേടാണെന്ന് പറഞ്ഞ് എല്ലാ ആപ്പിളും കേടാവണമെന്നില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു മലയാളി ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളും അങ്ങനെയല്ല. അപ്പോൾ എന്നും പറഞ്ഞ് ഈ ഇപ്പം വരുന്ന സ്റ്റുഡൻസ് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പം പുതിയതായിട്ട് വരുന്ന മലയാളികൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഇപ്പം മുന്നേ ഉണ്ടായിരുന്നവർ ശരി, ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ എന്നും പറഞ്ഞ് ഇപ്പം പിന്നീട് വരുന്ന തലമുറകൾ, അതിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും എല്ലാം ശരി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊന്നും അല്ല. കാലമൊക്കെ മാറി. അപ്പം അത് ഇപ്പം ഇവിടെ മാത്രമാണെന്നൊന്നും ആരും പറയണ്ട. അപ്പം എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ, നമുക്ക് ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. അതേപോലെ തന്നെ നമുക്ക് ആ റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് റെസ്പെക്റ്റ് കൊടുത്ത് നിൽക്കും. അല്ലാതെ പിന്നെ അതേപോലെ തന്നെ വീഡിയോസ് എടുക്കുന്നത്, ഇപ്പോൾ ഇവിടുത്തുകാരാണെങ്കിൽ വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരെ മാത്രം പറഞ്ഞാൽ വേറെ നാട്ടുകാരും എടുക്കുന്നുണ്ട്, എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എവിടെ വെച്ച് വീഡിയോ എടുക്കണം, എങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ. അത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, അതിപ്പോൾ പബ്ലിക്കിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഫെസ്റ്റോ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അടുത്ത് ഒരു ടൗണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ പാട്ടൊക്കെ പാടി ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് എന്നും പറഞ്ഞ് അവർ മറ്റുള്ളവർക്ക്, അതിൽ കുറേ പേർക്ക് അത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് എന്നും പറഞ്ഞ് അവർ പാടാതിരിക്കുന്നുണ്ടോ? അവർ അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നവരാണെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിന് മറ്റുള്ളവർ കുറ്റം പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാമെങ്കിൽ മറ്റുള്ളവർക്ക് അതേപോലെ ഇഷ്ടത്തിന് ജീവിക്കാം. പിന്നെ ഇവിടുത്തെ കൾച്ചറിൽ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഒരു 12 ആവുന്ന കൊച്ചു പോലും നമ്മളെ വേപ്പൊക്കെ വലിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നും പറഞ്ഞ് നിങ്ങളുടെ കുട്ടികൾക്ക് മക്കൾ ഇവിടുത്തെ കൾച്ചർ ഇങ്ങനെയാണ്, നിങ്ങൾ വലിച്ചോ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവർ വലിക്കുമ്പോൾ എൻകറേജ് ചെയ്ത് വിടുമോ? ഇല്ലല്ലോ. പിന്നെ അതേപോലെ നമ്മൾ ഫുഡ്, ഇപ്പം ഓണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓണസദ്യ ഒക്കെ കഴിച്ചത് ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൈകൊണ്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കൾച്ചർ ഇല്ലാത്തവർ കഴിക്കുന്ന ഒരു സംസാരമാണ് ഇവർ പറയുന്നത്. അവർ മാനേഴ്സ് കീപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കൈകൊണ്ട് കഴിക്കുന്നത് മാനേഴ്സിനകത്ത് പെടുത്താത്ത ഒരു കാര്യമാണ്. നമ്മൾ മാനേഴ്സ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട്ലറി ആയിട്ടുള്ള സ്പൂണും ഫോർക്കും, അല്ലെങ്കിൽ ഫോർക്കും നൈഫും ഒക്കെ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു മാനേഴ്സ്, ഫുഡിനോടുള്ള മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവരുടെ കാഴ്ചപ്പാട്. എന്നും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓണസദ്യ കഴിച്ചപ്പോഴത്തേക്കും ഇവിടെ ഉള്ളവരെല്ലാം ഓണസദ്യ കഴിച്ചത് സ്പൂണും ഫോർക്കും ഒക്കെ കൊണ്ടാണോ? അല്ലല്ലോ, കൈ കൊണ്ടല്ലേ കഴിച്ചത്. അപ്പം ഈ പറയുന്ന കൾച്ചർ ഫോളോ ചെയ്യുന്നവരാരും ഇതിനോടൊന്നും യോജിക്കാത്തത് എന്താ? അപ്പോൾ അന്നേരം എല്ലാം അതേപോലെ തന്നെ ചെയ്യണ്ടേ? അപ്പോൾ പറയുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യണം, ഒന്നുകിൽ അങ്ങനെ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന കണക്ക് എല്ലാം അങ്ങനെ ചെയ്യണം.
അപ്പോൾ ഒരുപാട് അവരും നമ്മൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം നമ്മൾ അവരെ പോലെ ചെയ്യണമെന്ന് ഇപ്പം നമ്മൾ മറ്റേ എന്താ പറയുന്നത് സ്വപ്നക്കൂടിനകത്ത് പറയുന്നുണ്ട്, ഷിറ്റിട്ടാൽ കഴുകാത്ത പാർട്ടികൾ എന്ന് പറയുന്ന പോലെ നമ്മൾ അവരെ പോലെയാണോ? നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ആദ്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മളങ്ങനെ അല്ല, നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് എല്ലാം കഴുകുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മുടെ എന്താ പറയുക ബാത്റൂമിൽ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ. അപ്പോൾ അതിൽ അവർ ചെയ്യുന്ന കണക്ക് എല്ലാം ചെയ്യണം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇതിൽ ഫോളോ ചെയ്യണം, ഇപ്പം ഈ സൗണ്ട് വെക്കരുത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പം എനിക്ക് എന്താ പറയുക, നമ്മളൊരു ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പോലും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇവർ അടിച്ചമർത്തപ്പെടുത്തുന്ന പോലെയാണ്. ഒരിക്കലും അവർ അംഗീകരിക്കാനായിട്ട്, അതായത് നമ്മളൊന്നും ഉയർന്നു വരാനായിട്ട് അവരനുവദിക്കില്ല. നമ്മളെപ്പോഴും താഴ്ന്ന് നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്യാറ്. അപ്പം അങ്ങനെ ഇതിപ്പം നമ്മൾ NHSൽ പോലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ല, ഹാപ്പി അല്ല. കാരണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ അതിനും എനിക്ക് കാരണമുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതിൽ പലർക്കും അതിനോട് കുറവൊക്കെ തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.